ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസിന് മോദിജിയെ ഇത്ര ഭയമായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് ഭയമാണോ അതോ ബഹുമാനമാണോ എന്താണോ എന്തോ, വല്ലാത്ത മോദി പറയുന്നതിനപ്പുറത്തോട്ട് പലരും ചലിക്കാറില്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല, നമ്മുടെ പിള്ളേരുടെ വിദ്യാർത്ഥികളുടെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ പറ്റിയാണ്. ഈ പ്രൊട്ടസ്റ്റ് ഇപ്പം തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളായി തല്ലും പിടിയൊക്കെ ആയിട്ട് തന്നെ 2-3 ദിവസമായി. അപ്പോഴൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എവിടെ നമ്മുടെ സെലിബ്രിറ്റീസ്? നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വളർത്തിയ നമ്മുടെ സിനിമാ നടന്മാർ, സ്പോർട്സ് മേഖലയിലുള്ള ആളുകൾ, അവരൊക്കെ എവിടെ? ആരും ഇതിനെപ്പറ്റി ശബ്ദിച്ച് കേൾക്കുന്നില്ല. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, മുന്നോട്ട് വന്നിട്ടുള്ളത്, സ്വന്തം നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മോദിക്ക് വേറെ മാർഗമില്ല, നമ്മുടെ പ്രിയപ്പെട്ട മോദിജി പ്രധാനമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടു. കുട്ടികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു പല സിനിമാ നടന്മാർക്കും, പ്രത്യേകിച്ച് ബോളിവുഡിൽ നിന്നും ആരും മിണ്ടുന്നത് പോലും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് ചിലർ പൊങ്ങി വരുന്നത് കണ്ടു. പ്രത്യേകിച്ച് ബോളിവുഡിലുള്ള പല ആളുകളും ബോധോദയം ഉദിച്ചത്, അയ്യോ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, എന്നാൽ ഇതിനൊരു പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. അത് ഉടനെ തന്നെ ChatGPT കൊണ്ടൊരു പോസ്റ്റ് എഴുതി തയ്യാറാക്കി മോദി ഇട്ടതിന് പിന്നാലെ ഇവർ വിട്ടു. അങ്ങനെ പോസ്റ്റ് ഇട്ട് വന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മഹാനടന്മാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പലരും പോസ്റ്റ് ഇട്ട് വന്നെങ്കിലും കേരളത്തിൽ നിന്ന് എയറിലേക്ക് പോയത് നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായ പേളിമാണിയാണ്. പോസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പോഴേ ഏറി കയറിയേക്ക്. സംഭവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഇട്ട പോസ്റ്റ് നമുക്ക് കാണാം. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറയാം. നമ്മുടെ യുവജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ ഭാവിയേക്കാളും പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ല. സീരിയസ്ലി, ശരിക്കും സത്യം. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ ഉൾപ്പെട്ടവർക്കെതിരെ വേഗത്തിലും കർശനമായും ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 80-82 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുള്ളത്. ഇന്ത്യ മൊത്തത്തിലുള്ള ചോർച്ചയുടെ കാര്യമാണ് പറഞ്ഞത്. ലാസ്റ്റ് ഒരു 4-5 കൊല്ലത്തിനിടയിൽ 52 തവണയാണ് ചോർന്നിട്ടുള്ളത്. ഇപ്പോഴാണോ മോദിജിക്ക് ഈ ഭാവിയെ പറ്റിയുള്ള ചിന്ത ഇതൊക്കെ ഉണർന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിള്ളേര് നിരത്തിലിറങ്ങി തല്ലുകൊള്ളേണ്ടി വന്നപ്പോഴാണോ അങ്ങയുടെ കണ്ണ് തുറന്നത്? ബാക്കി എന്തായാലും വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യമായ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഞാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണിത്. അവരുടെ ആദ്യത്തെ താല്പര്യം നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അങ്ങനെ എടുത്ത് വെളി കളയുക എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും നടപടികൾ ഉണ്ടോ? ഇല്ല, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള നടപടികളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ യാതൊരു കാരണവശാലും വെറുതെ വിടുകയില്ല. നിങ്ങൾ തന്നെയാണ് ഭാവി തകർക്കാൻ ശ്രമിക്കുന്നത്, വേറെ ആരുമല്ല. സ്വയം കണ്ണാടി നോക്കി പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതാണ് നമ്മുടെ മോദിജിയുടെ പോസ്റ്റ്. ഇതിന് ശേഷം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പാതിരാത്രി കൊന്നിട്ടുണ്ടായിരുന്നു. സാറിന് പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട കാര്യം അങ്ങനെ ശീലമില്ലല്ലോ. ഒരു ഫോണിന്റെ ക്യാമറയിൽ നോക്കി ആരണ്ടെഴുതി കൊടുത്ത സാമാനം നോക്കി വായിച്ച് അണ്ണൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്ടെവർ, അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ. മോദിജി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പല ആളുകളും പോസ്റ്റുമായിട്ട് വന്ന് തുരുതുര എഴുതി വെച്ചിരിക്കുന്ന സാധനം, ChatGPT കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം പോസ്റ്റ് ഇട്ട് തുടങ്ങി. കൂട്ടത്തിൽ നമ്മുടെ പേളിമാണി വിട്ടു ഒരു പോസ്റ്റ്. പേളിമാണിയുടെ പോസ്റ്റ് ഇച്ചിരി വലുതാണ്. ഞാനതൊന്ന് എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുറച്ചൊക്കെ ഞാൻ വായിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും നിമിഷം നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അവർ നിർബന്ധിതരാക്കി. സീരിയസ്ലി, ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചിന്തിച്ച് മോദിജി പോസ്റ്റ് ഇട്ടതിന് ശേഷം ചിന്ത തീർന്നു. ഇനി കുഴപ്പമില്ല, എന്തെങ്കിലും ഞാനിവിടെ ഉറങ്ങോട്ട് കാച്ചിയേക്കാം. ഓക്കെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ കരുത്തും ഐക്യദാർഢ്യവും നാം കണ്ടല്ലേ. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പരിക്കേറ്റ സംഘർഷങ്ങളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അത് എൻ്റെ ഉള്ളിൽ എന്തോ മാറ്റം വരുത്തി. മോദിയുടെ പോസ്റ്റ് പേളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് മോദിജിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഇനി എനിക്ക് 2 അക്ഷരം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അങ്ങനെ ആ പോസ്റ്റ് കണ്ട് മാറ്റം വരുത്തിയ പോലാണ് ഇത് കാണുന്ന പല ആളുകൾക്കും തോന്നിയത്. അല്ലാതെ അവരെ തല്ലുകൊള്ളുന്നതൊക്കെ തലകൂട്ടുന്നതൊക്കെ കണ്ടിട്ട് മാറ്റം വന്നായിരുന്നെങ്കിൽ ഇതിന് കുറേ മുമ്പേ ഇതുപോലൊരു മറുപടി ആയിട്ട് വന്നേനെ. ഇപ്പൊ എന്ത് കണ്ടിട്ട് ആ മാറ്റം വരുത്തിയ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദയവായി പരിക്കേൽക്കരുത്, ദയവായി സുരക്ഷിതനായി ഇരിക്കൂ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ. വാവ്, സൂപ്പർ ഉപദേശം. ഒരു ലക്ഷ്യവും ഒരു ജീവനും നഷ്ടപ്പെടുത്താൻ തക്കത്ര വിലപ്പെട്ടതല്ല. അല്ല പേളി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ
പേപ്പർ ചോരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി. ഇതിൻ്റെ പേരിൽ 10-20 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും വലുതാണോ? ജീവൻ ഒടുക്കാതെ സ്വന്തം കരിയറും ജീവിതവും നഷ്ടപ്പെട്ട ആളുകളുടെ കണക്കെടുക്കാനാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലുണ്ടാവും. അവരോടാണ് അതോട് ചേർത്താണ് പറയുന്നത്, നിങ്ങൾ വീട്ടിലോട്ട് മടക്കും, ഇവിടെ കിടന്ന് തല്ലു വേണ്ടി ചാവണ്ട എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തല്ലുന്നത് എന്തിനാ? ഇതൊക്കെ മൊടന്തൻ ന്യായങ്ങളാണ്. അവരുടെ ശബ്ദം കേൾക്കാൻ അവർ അർഹരാണ്. ശരിയാണ്, അവരുടെ ശബ്ദം കേൾക്കാൻ അർഹരാണ്. അത് ഇത്രയും നാള് ആരും കേൾക്കാത്തത് കൊണ്ടാണ് അവരിപ്പോഴും ഇങ്ങനെ ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദം ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരാ കേൾക്കണ്ടേ? കേൾക്കേണ്ട ആളുകളെ പറ്റി എന്താ ഒന്നും പറയാത്തേ? സമാധാനപരമായി സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ സുരക്ഷിതരാണെന്ന് അനുഭവിക്കാൻ അവർ അർഹരാണ്. പക്ഷെ അങ്ങനെ അർഹിക്കുന്നുണ്ടോ? അവര് സുരക്ഷിതരാകുന്നുണ്ടോ? അവരെ ജിഹാദികളാക്കുന്നു, തീവ്രവാദികളാക്കുന്നു, വേറെ ടീമാക്കുന്നു, എന്തൊക്കെയാണ്, പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. അത് കണ്ടല്ലേ? അതിന് ആർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ഞാൻ സമാധാനപരമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ പേടി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമരം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് സമാധാനപരമായിട്ട് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും ഇവിടെ കേൾക്കില്ല എന്നുള്ളതാണ്. 1 മാസത്തിലധികമായിട്ട് അവർ സമാധാനപരമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരും കേട്ടില്ല. അതിനുശേഷം അവർ സംഘടിച്ചു, കുറച്ചുകൂടെ ശക്തമായി സമാധാനപരമായിട്ടുള്ള സ്ട്രൈക്കുകൾ അവർ നടത്തി. എന്നിട്ടും ആരും കേട്ടില്ല. അങ്ങേര് 10-20 ദിവസം അവിടെ പോയി നിരാഹാരം കിടന്നു. 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ന്യൂസിനകത്ത് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് ന്യൂസുകാർ വരെ കൊടുത്തു തുടങ്ങിയത്. നാഷണൽ മീഡിയസ് ഒക്കെ ഗോദി മീഡിയയാണ്. അവരൊക്കെ ഇത് വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സമാധാനപരമായിട്ട് നമ്മൾ പറഞ്ഞ ഇവിടെ ആരും കേൾക്കില്ല. ഇത് ഇപ്പോഴെങ്കിലും നമ്മുടെ ഗവൺമെന്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ സമാധാനപരമായി ആ ഒരു സമരം നടത്തിയത് കൊണ്ടല്ല, അവരുടെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിൽ പോലീസുകാർ കയറി ഇവരെ അറ്റാക്ക് ചെയ്തിട്ടാണ്, അടിച്ച് ഓടിച്ചിട്ടാണ്, ചോര ഒലിപ്പിച്ചിട്ടാണ്. ഇത് കണ്ട് ജനങ്ങളും കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതും ഇപ്പോൾ മോദി അടക്കമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റുമായിട്ട് വന്നതും. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കില്ല. അവരുടെ കരച്ചില്, അവരടി കൊണ്ട് അവിടെ കടക്കുന്ന കരച്ചില് ഈ രാജ്യം മൊത്തം കണ്ടതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ അവരൊരു മൂലയ്ക്കൊരു സമാധാനപരമായിട്ട് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കൂല, അവരവിടെ മൂലയ്ക്ക് ഇരുന്നോട്ടെ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരങ്ങേര് വർഷങ്ങളായിട്ട് തൻ്റെ അനുജൻ മരിച്ചതിന്റെ പേരിൽ, പോലീസിന്റെ മർദ്ദനം കൊണ്ട് മരിച്ചതിന്റെ പേരിൽ സമാധാനപരമായിട്ട് സമരം ചെയ്യുകയാണ്. വർഷങ്ങളായിട്ട് എത്ര പേര് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കണില്ല. അതാ പറഞ്ഞത്, ഒന്നെങ്കിൽ നമ്മൾ കുറേയൊക്കെ സാക്രിഫൈസ് ചെയ്യണം, തല്ലുകൊള്ളണം, നമ്മുടെ കരച്ചിൽ നാട് മൊത്തം കേൾക്കണം, എന്നാലേ അതിനൊരു റിസൾട്ട് കിട്ടും. ഇതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ നോ ഐഡിയ. കാര്യം ഇത് വേറെ കുറെ ആളുകൾ വന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. ഓക്കെ, കം ടു ദ പേളിമാണി പോസ്റ്റ്. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ധൈര്യത്തെയും അനുകമ്പയെയും അർത്ഥവത്തായ മാറ്റങ്ങളെയും കൂടുതൽ ശക്തമായി ഒരു ഇന്ത്യ രൂപപ്പെടുത്താൻ സഹായിച്ച ഒരു തലമുറയാകട്ടെ. വേദനയും ഭയവും ഭിന്നിപ്പുമല്ല. എന്നിട്ട് അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനമായി, നിങ്ങൾ പലരും എൻ്റെ അഭിപ്രായം പങ്കുവെക്കുമെന്ന് ആവശ്യപ്പെട്ടു. ചിലർ എന്നെ പ്രോത്സാഹിപ്പിച്ചു, മറ്റു ചിലർ മിണ്ടാതിരിക്കുന്നതിനെ ചോദ്യം ചെയ്തു. ഇവരുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നു. പലരിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന വാക്കുകളുള്ള ഒരാളെന്ന നിലയിൽ അറിയാം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അതിലുപരി ഞാൻ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് എനിക്കറിയാവുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി എനിക്ക് ഇങ്ങനെ തോന്നുന്നു. നാളെ പുതിയ വസ്തുതകൾ പുറത്തു വന്നാൽ അവ പഠിക്കാനും വീണ്ടും ആലോചിക്കാനും ആവശ്യമെങ്കിൽ എൻ്റെ അഭിപ്രായം മാറ്റാനും എനിക്ക് ഒരിക്കലും ഭയമുണ്ടാകില്ല. അത് കറക്റ്റാണ്. ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് കറക്റ്റാണ്. ഇപ്പൊ നാളെ ഈ CJPയുടെ നേതാവ് അഭിജിത്ത് ദീപ്കെ അവൻ ലോക ഫ്രോഡാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യൂല. അപ്പോൾ ഇതെല്ലാം തിരിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് പേളി മെനർ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് കോമഡി ഇതല്ലേ ഇനിയുള്ളതാണ്. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക. ഏറ്റവും പ്രധാനമായി സ്വന്തമായി ഒരു നിലപാട് രൂപപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ഏക സ്വാധീന ശക്തി. നിങ്ങൾ തന്നെ ആകട്ടെ. ഇന്നത്തെ വായിക്കുക, കേൾക്കുക, റീഡ്, ലിസൺ, ആസ്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് കമന്റ് സെക്ഷൻ ഓഫാണ് ഗൈസ്. പേളിയുടെ കമന്റ് സെക്ഷൻ ഓഫാണ്. ഇത് ഇട്ടപ്പോൾ തന്നെ 10,000 പുറത്ത് കമന്റ് വന്നു. അപ്പോഴത്തേക്ക് നെഗറ്റീവാണ് കൂടുതലും. കുത്തിയിരുന്ന് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ചോദിച്ചവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും
നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി കണ്ടം വഴി ഓടി. ഇതും കൂടാഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷനോട് കൊടുത്തിട്ടുണ്ട്, കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ. എന്നിട്ട് കമന്റ് സെക്ഷൻ എവിടെ? കമന്റ് സെക്ഷൻ ഇല്ല, കമന്റ് സെക്ഷൻ മുക്കി. ഇത് വായിക്കുന്ന ആളുകളുടെ ഫ്രീഡത്തെ, അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പേളി മാണി ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ഗൈസ്. ഇതാണ് പേളി മാണി ഏറി കയറാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ. വളരെ മാന്യമായിട്ട് വന്ന കമന്റിനെ വരെ പേളി മാണി ബ്ലോക്ക് ചെയ്ത് വിട്ടു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോദി ഇട്ട പോസ്റ്റും കൂടെ പേളി മാണി തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ട് പേളി മാണി ഇങ്ങനെ വന്നിരുന്നിട്ട് വളരെ ന്യൂട്രലായിട്ട് രണ്ട് വെള്ളത്തിലും കാര്യം കിട്ടുന്ന രീതിയിൽ സംസാരിച്ചു. എന്നുവെച്ചാൽ സ്റ്റുഡൻസിനെയും വിഷമിപ്പിക്കാൻ പാടില്ല, എന്നാൽ ഈ പറയുന്ന സംഘികളെയും വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു സേഫ് ഗെയിമാണ് പുള്ളിക്കാരത്തിയോടെ കളിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം പല ആളുകളും പേളി മാണി എടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞിട്ടും പേളി മാണി സംസാരിച്ചില്ല. കൃത്യമായി മോദിയുടെ പോസ്റ്റ് വന്നു, അതിനുശേഷമാണ് പുള്ളിക്കാരത്തിയുടെ നിലപാട് നേരത്തെ പറഞ്ഞ നിലപാടുണ്ടെന്ന് വേണമെന്ന് പറഞ്ഞ ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വന്നത്. ഇതിപ്പോൾ നിലപാടുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ മോദിയുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ മോദിയെ സപ്പോർട്ട് ചെയ്യുകയോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവാതെ നിങ്ങൾ നേരത്തെ പറയുന്ന നിലപാട് എന്ന് പറയുന്ന കാര്യമുണ്ട്. ആ നിലപാട് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് പൊട്ടനും വളരെ സിമ്പിളായിട്ട് ഇന്നതാണ് കാര്യം, ഇതുകൊണ്ടാണ് ഈ കുട്ടികളോട് സമരം ചെയ്യുന്നത്, അത് അവരുടെ ആവശ്യം അനിവാര്യമാണോ ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാട് മറ്റൊരുത്തന്റെ കാൽച്ചൂട്ടിൽ കൊണ്ടുപോയി പണയം വെച്ച് കുമ്പിട്ട് നിൽക്കുന്നതിനേക്കാൾ ഭേദം മിണ്ടാതിരിക്കുന്നതാണ് പേളിയുടെ പോസ്റ്റിനിടയിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്, കമന്റ് സെക്ഷൻ അതാണെന്നൊക്കെ. പക്ഷെ കമന്റ് സെക്ഷൻ ഓഫാണ്. കാരണം മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞതാണ്. ഒരുപാട് കമന്റ്സ് വന്നു, ഇതെല്ലാം കുത്തി ഇന്ന് ഡിലീറ്റ് ചെയ്യായിരുന്നു. ഈ കമന്റ് വന്നവരെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് വിടുകയായിരുന്നു. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പേളിക്ക് പറ്റുന്നില്ല. അത് തെറി വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊന്നുമല്ല, വളരെ നോർമലായിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പേളിക്ക് പറ്റുന്നില്ല. 1-2 വീഡിയോ ഞാൻ കണ്ടു, പേളിക്ക് അഗനിസ്റ്റ് ആയിട്ട് എൻ്റെ കമന്റ് പേളി മാണി ഡിലീറ്റ് ചെയ്തു, എന്നെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്ന 1-2 സ്ത്രീകളുടെ വീഡിയോസ് ഞാൻ കണ്ടു. ഞാനൊന്ന് വെക്കാം. പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റാണ്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കിക്കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോവേഴ്സും ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ അറൌണ്ട് 2018 തൊട്ടും കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്തു. ആ പോസ്റ്റിന്റെ അടിയിൽ അറൌണ്ട് 500 കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരി അപ്പൊ പേളി ചേച്ചി ഒരു ദിവസം ഇരുന്ന് ഒരു 500 പേരൊക്കെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് കൂടുതലും പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഇത്രയും പോസിറ്റീവ് കമന്റ്സ് വന്നത്. സോ ഇത് എങ്ങനെയും പേളി ചേച്ചി കാണാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ എക്സ്പെഷ്യലി പേളി മാണിനെ പോലെ എന്തും എപ്പോഴും തുറന്നു പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു സ്പൈനുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ കരുതിയിട്ടുള്ള ഒരാളായിരുന്നു പേളി മാണി. സോ പുള്ളിക്കാരത്തിയുടെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. ആൻഡ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും വോട്ടെവർ, നിങ്ങൾക്കും ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു നിലപാടാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാവണം. അതിവിടെ പലർക്കും ഇല്ല. എല്ലാവർക്കും നട്ടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ടലുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ നട്ടല് എങ്ങോട്ടൊക്കെ വളയണം, കുമ്പിടണോ നിവർന്നു നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റു ചിലരാണെന്നാണ്. ഇനി പേളി മാണിക്ക് അഗനിസ്റ്റ് ആയിട്ട് വന്ന മറ്റൊരു വീഡിയോ കൂടെ ഞാൻ വെക്കാം. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു? എന്റെ പോലെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഞാൻ ബ്രേക്കിങ്ങിന് ഇരിക്കുന്നു. ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേളിമാണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേളിമാണി ചേച്ചിയുടെ. അപ്പൊ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രലായിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല, പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ, ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാല് ചവിട്ടാതുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്, ലൈക്ക് പേളി ഡോണ്ട് ടേക്ക് എനി ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിന്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു, ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാണെന്നുള്ള രീതിയിൽ. അത് ഇട്ടപാടെ തന്നെ
ഐ മീൻ ആ വ്യക്തിനെ പേളിമാണി അല്ലെങ്കിൽ പേളിമാണിയുടെ ടീം എന്താ പറയുക ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിൻ്റെ ഇടയിൽ ഫുള്ള് ലൈക്ക് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പൊളിമാണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു പൊളിമാണി എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് പേളിമാണി ഓക്കെ പൊളിറ്റിക്സിനെ പറ്റി ആ പോസ്റ്റ് എന്തിനാ ഇട്ടതെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. 2 ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു, അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ, അപ്പോൾ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്ട്സ് ഇല്ല എന്നാണോ പേളിമാണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പേളിമാണി ആ പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പേളിമാണി എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം പുള്ളിക്കാരുടെ ഫാൻ പേജസും അല്ലാത്ത പേജസും എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നതാണ്, പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. സത്യം പറയാലോ പേളി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോസ്റ്റ് ഇടാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോൾ ഉള്ളിലുള്ളത് പുറത്ത് പറയാനും പറ്റത്തില്ല, പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരികയും ചെയ്ത് ആളുകൾ സത്യം മനസ്സിലാക്കുകയും ചെയ്ത് ഇതിലും ഭേദം സ്വന്തം നിലപാട് അങ്ങ് പറയുന്നതായിരുന്നു. ആരെയും വെറുപ്പിക്കണ്ട, അവരെയും വെറുപ്പിക്കണ്ട, ഇവരെയും വെറുപ്പിക്കണ്ട, നെഗറ്റിവിറ്റി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്, പക്ഷെ കയ്യിൽ നിന്ന് പോയി. ഇതിനുശേഷം ഒരു പോസ്റ്റ് പുള്ളിക്കാരത്തി സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇത്, മൈ പോസ്റ്റ് ഷുഡ് ഹാവ് കം വിത്ത് എ ട്രിഗർ വാർണിംഗ്. ഐ ഗസ് ഇറ്റ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ അൺകംഫർട്ടബിൾ. ഇറ്റ് ഹാസ് ട്രിഗർഡ് so many people that I want peace, safety and non-violence. വളച്ചൊടിക്കല്ലേ. ആൻഡ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു സാഫ്രോണിന്റെ സെറ്റപ്പിലായിരുന്നു. വേണ്ടേ, ഇതായിരുന്നു ഇങ്ങനത്തെ ഒരു സാഫ്രോണിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ ആളുകൾ ചോദ്യം ചെയ്തു, സാഫ്രോൺ ആണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം I am Pearly Money and yes, my favorite color is saffron. I think I love it the most in our Indian flag. Wow. ഇന്ത്യൻ ഫ്ലാഗിനകത്ത് പച്ചയും വെള്ളയും നീലയൊക്കെ ഉണ്ട്, അതൊന്നും ഇഷ്ടമല്ല, സാഫ്രോൺ മാത്രമാണ് ഇഷ്ടം. ഓക്കെ വാട്ട് എവർ, സാഫ്രോൺ ഇഷ്ടപ്പെടട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും കാര്യം കയ്യിൽ നിന്ന് പോയി. അല്ല പേളി, ഈ ബ്ലോക്ക് ചെയ്യുന്നവരെ സ്വന്തമായിട്ടിരുന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് അതോ പൈസയ്ക്ക് ആളെ വെച്ചിരുത്തി ബ്ലോക്ക് ചെയ്യുകയാണ്? മനസ്സിലാവുന്നില്ല. ഇതോരോ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വിടുന്നത്. കമന്റ് സെക്ഷനെ കാണണം, എന്നെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ കമന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ആളുകളാണല്ലോ വരുന്നത്. എങ്ങനെ സാധിക്കുന്നടേ ഇത്? ഇത്രയും കമന്റ് ഒക്കെ ഇത്ര ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും കൊള്ളാം, അല്ലാതെ നമ്മൾ കഴുത്തിന് ചുറ്റും നാക്കാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മിണ്ടില്ല, ബ്ലോക്ക് ചെയ്ത് വിടും. മറ്റൊരു പെൺകുട്ടി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പേളി മാണി ബ്ലോക്ക്ഡ് മീ ഗൂയിസ്. Honestly, that was unexpected. When I saw a most diplomatic post, I couldn't resist commenting. I commented a very മാന്യമായ comment. And she got frightened. No abuse, no attack, just a different opinion. And that was enough to get me blocked. പുള്ളിക്കാരത്തിൻ്റെ കമൻറ്റ് ഇതാണ്, വളരെ മാന്യമായിട്ടുള്ളൊരു കമൻറ്റ്. ഞാനിതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ അപകടത്തിലാണെന്ന് കരുതി വീട്ടിലേക്ക് മടങ്ങി പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇപ്പോഴും മറ്റൊരാളുടെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുമായിരുന്നു. നാം അനുഭവിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഒരു ഇൻഫ്ലുവൻസറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി ഇതല്ല. നിങ്ങളുടെ നിലപാട് വ്യക്തമായി പറയൂ, യുവജനങ്ങൾക്കൊപ്പം നിൽക്കൂ, അത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷയമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആദരണീയരായ മന്ത്രിമാർ ഒരു പത്രസമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുമായി നേരിട്ടിരുന്ന് സംസാരിക്കുകയോ ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇതാണ് ഈ പെൺകുട്ടി ചോദിച്ച കമൻറ്റ്. ഇതിനകത്ത് പേളി മാണിയെ കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. മോശമായിട്ടുള്ള ഒരു വാക്കുകൾ കൊണ്ട് പോലും സംസാരിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ട് അങ്ങേയറ്റം മാന്യമായ ഒരു കമൻറ്റ്. ഇതുപോലും താങ്ങാൻ നമ്മുടെ പേളിക്ക് പറ്റുന്നില്ല. ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കുക. ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളൊന്നും ഇടാതിരിക്കും. അങ്ങനെ ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന കമൻറ്റ് കേൾക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്, റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതിന് പകരം ഈ ഒരു പരിപാടി, അത് കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടോ. അതെ, എല്ലാവരും പറയുന്നുണ്ടോ, 6-8 കൊല്ലമായിട്ട് പേളിയെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്, അവരെ ഒന്നും പറഞ്ഞിട്ടില്ലേ, അവരെ ബ്ലോക്ക് ചെയ്ത് വിട്ടു. നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവും ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മളത് കാണും, പ്രോത്സാഹിപ്പിക്കും, ചിരിക്കും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള നിലപാടില്ലാത്ത നിലപാടുകൾ, നട്ടല് വളച്ചുള്ള നിലപാടുകൾ പറയാതിരിക്കൂ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം, ഞാനൊരു മോദി ഭക്തയാണ്, ഞാൻ മോദി സപ്പോർട്ടറാണ്, പുള്ളിക്കാരനോടൊപ്പം ഞാൻ നിൽക്കുന്നു. അതൊരു നിലപാടാണ്, അത് ഉറച്ച മനസ്സോടുള്ള നിലപാടാണ്. ഞാൻ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല,
ഇവർ ഈ കാണിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അടികൊള്ളുന്നതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ഈ കാണിക്കുന്ന സംഭവം എന്ന് പറയാനുള്ള നട്ടലുണ്ടാവണം. അതുമില്ല ഇതുമില്ല, അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി മൊത്തമില്ല. CID മൂത്തൊക്കെ അത് ചാണകം ചവിട്ടായിരിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ രാജ് വന്ന് ഓട്ടോയ്ക്കകത്ത് ഇറങ്ങുന്ന സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് മൊത്തം ചാണം ചവിട്ടി കലക്കിയ പോലെ ആയില്ലേ. സോ ഇങ്ങനെയുള്ള സപ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട, ഇല്ലാതിരിക്കാൻ നല്ലത്. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അത്രയും ഗതികേടില്ല നമ്മുടെ പിള്ളേർക്ക്. ഇനി ബാക്കി ആളുകളെ പറ്റി സംസാരിക്കാം. മോദിജി പോസ്റ്റ് ഇട്ടതിന് ശേഷം പോസ്റ്റുമായിട്ട് വന്ന ബാക്കി ആളുകൾ കുറെ കാലം മുമ്പ് പറയുമായിരുന്നു ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു ബോളിവുഡ് ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു സമയത്ത്. ചിലപ്പോൾ ശരിയായിരിക്കാം, അയാൾ പല ആളുകളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, കറന്റ്ലി ബോളിവുഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ മോദിജിയാണെന്ന്. മോദിജി പറയും അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, അതനുസരിച്ച് അവിടെ നടക്കും പരിപാടികൾ. കാര്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദിജിയുടെ പോസ്റ്റ് വന്നതിന് ശേഷം, മോദിജി കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം തുരുതുരാന്ന് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ സോകാൾഡ് സെലിബ്രിറ്റീസിന്റെ സിനിമാ നടന്മാരുടെ പോസ്റ്റുകൾ. ആർക്കും സ്വന്തമായിട്ട് ഒരു നിലപാടുമില്ല. അവരിടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കാം, ആ ഒരു സെറ്റപ്പാ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാസത്തിലധികമായിട്ട് ഇതുപോലെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഈ വിഷയത്തിന്റെ തെറ്റെന്താണ് ശരി എന്താണ് ഇതിന്റെ മെറിറ്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ISRO പോയി റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനും മനസ്സിലാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ ആവശ്യം അനിവാര്യമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഇതിനൊരു അറുതി വേണം. അതിന് പകരം സമാധാനപരമായിട്ട് സമരം നടത്തിയ കുട്ടികളെ ഡൽഹി പോലീസിന്റെ ഗുണ്ടകൾ വന്ന് തല്ലി ചതച്ചു. ഇപ്പൊ പിന്നെ അവന്മാർ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അവന്മാർ തന്നെയാണോ അതോ വേറെ ഉമാര് തന്നെ ഇറങ്ങിയ ആളുകളാണോ അടിച്ചോടിച്ചതെന്ന് നോ ഐഡിയ. എന്താണെങ്കിലും അതിപ്പോ ഒരു ഹൈജാക്ക് ചെയ്ത് ഉമാരുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പോയി ഈ ഒരു സ്ട്രൈക്ക്. അപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല? അപ്പോഴും ഇവർ മിണ്ടിയിട്ടില്ല. സോനാക്ഷി സിൻഹയെ പോലുള്ള, പ്രകാശ് രാജിനെ പോലുള്ള ചില ചുരുക്കം ആളുകൾ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് ബോളിവുഡിലെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 90-95% ആളുകൾ മിണ്ടിയിട്ടില്ല. അതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മഹാനടൻ മമ്മൂട്ടി വരെ മോദിജി പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇതിനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇടുന്നത് എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കാന്റെ പോസ്റ്റ്, മഞ്ജു വാര്യറും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഇതിന് ശേഷമാണ് പോസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് ഇവരിട്ട പോസ്റ്റുകളെല്ലാം ഒന്ന് കാണണമല്ലോ. ഞാൻ പോസ്റ്റ് ടു ഒന്നും പറയുന്നില്ല, കാണിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഓരോ പോസ്റ്റുകളായിട്ട് കാണാം. ഇതെല്ലാം ഞാൻ ഏതാണ്ട് സെയിം സമയത്ത് തന്നെ എടുത്ത ഫോട്ടോസാണ്. നിങ്ങളുടെ നോക്കുവാണെങ്കിൽ ഒന്ന് രാത്രി 1 മണിയാണ്, 16 മണിക്കൂറായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഈ നരേന്ദ്രമോദി പോസ്റ്റ് ഇട്ട സമയത്ത് ഓൾമോസ്റ്റ് 16 hours കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി പോസ്റ്റ് ഇട്ടതിന് ശേഷം വരുന്ന പോസ്റ്റുകളെല്ലാം 16 മണിക്കൂറിൽ താഴെ ആയിരിക്കും കാണിക്കുന്നത്. ഈ സമയം നോട്ട് ചെയ്ത് 1 മണിക്ക്, രാത്രി 1 മണിക്ക്. കരീന കപൂർ ഇട്ട പോസ്റ്റാണ് 8 hours ago, രാത്രി 1:05. ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത സമയം. പുള്ളിക്കാരത്തി ഇതുപോലെ കുറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സാനിയ മിർസ 9 hours ago. സച്ചിൻ ടെണ്ടുൽക്കർ 5 hours ago. ഏർലി മണി 14 hours ago. നോറ ഫത്തേഹി 10 hours ago. വരുൺ ധവാൻ 9 hours ago. ഇതെല്ലാം മിനിറ്റുകൾ വ്യത്യാസത്തിൽ എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ. സൽമാൻ ഖാൻ 6 hours ago. അലിയ ഭട്ട് 14 hours ago. ഇമോണി റോയി 6 hours ago. രാഹുൽ പ്രീത് 7 hours ago. അവനീത് കൗർ 7 hours ago. മല്ലിക അറോറ 7 hours ago. മഞ്ജു വാര്യർ 6 hours ago. മാധവ്, ആക്ടർ മാധവ് 15 hours ago. അനന്യ പാണ്ഡ 9 hours ago. ഷാഹിദ് കപൂർ 1 hour ago. എല്ലാവരും പറയുന്നത് യൂത്ത് ഓഫ് ദ കൺട്രി ഈസ് ദ കൺട്രി ആൻഡ് ദേ ഡിസർവ് ടു ബിലീവ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. സെയിം സാധനം ChatGPT കൊണ്ട് അടിച്ചു വെച്ചേക്കുന്നതാണ്. ആൻഡ് മമ്മൂട്ടി 6 hours ago. അതാണ് പുള്ളിക്കാരൻ. യൂത്ത് ആർ ദ ട്രൂ ട്രഷർ ഓഫ് അവർ നേഷൻ, ലിസൺ ടു ദെയർ വോയിസ്, പ്രൊട്ടസ്റ്റ് ദം, എംപവർ ദം എന്നും പറഞ്ഞിട്ടാണ് മമ്മൂക്ക ഇട്ടേക്കുന്ന പോസ്റ്റ്. ഇതിപ്പോൾ ഞാൻ കണ്ട ആൾക്കാരുടെ പോസ്റ്റാണ്. ഈ കാണിച്ചേക്കുന്ന എല്ലാ പോസ്റ്റുകളും മോദിജിയുടെ പോസ്റ്റിന് ശേഷം പ്രത്യക്ഷപ്പെട്ടതാണ് കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ChatGPT കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഏതാണ്ട് കണ്ടന്റ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. ChatGPT ഇന്നലെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തോരം എഴുതി വിടണം, എന്നാൽ ഒരുപോലെ ഇരിക്കാനും പാടില്ല. സൽമാൻ ഖാന്റെ പോസ്റ്റ്, അയ്യോ, അത് വായിച്ചിട്ടാണ് ഇതിനേക്കാളും നല്ലത് പോയി നക്കി കാല് ഉടയ്ക്കുന്നതാണെന്ന് തോന്നിയത്. സൽമാൻ ഖാൻ എഴുതി വെച്ചേക്കുന്ന കാര്യം ഞാനത് വായിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായും സുരക്ഷയുടെ കാര്യത്തിലും ഏറ്റവും ഉയർന്ന പ്രാധാന്യമുള്ളതാണ്. അതിനാൽ അവർ ആശങ്കപ്പെടേണ്ടതില്ല. അവരുടെ മാതാപിതാക്കളും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് ഓക്കെ. റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി ഇതിനകം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യ പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായ എല്ലാവർക്കുമെതിരെ അദ്ദേഹം കർശന നടപടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ദയവായി നിങ്ങൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സോനം മതി ബ്രോ, സോനാക്ഷി സിൻഹ അല്ല, മറ്റേ നമ്മുടെ സോനം വാങ്ചുക്, ഇതിനി നീട്ടിക്കൊണ്ടു പോകരുത്. ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ഈ പോരാട്ട വീര്യം നിലനിർത്തൂ.
എന്നാൽ അത്തരമൊരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും കഴിക്കൂ, വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിനക്ക് ഭക്ഷണം അയച്ചു തരാം. ആ ഒരു സഹകരണം നോക്കണേ, ആ ഒരു ഹ്യൂമാനിറ്റി നോക്കണേ. ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്ന് അയച്ചു തരാം, മതി ബ്രോ, നിർത്തൂ. എന്താണെങ്കിലും സൽമാൻ ഖാൻ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു സോനം വാങ്ചുക്ക് ഇന്ന് ഇന്നലെ പരിപാടി നിർത്തി, വെള്ളം കുടിച്ച് നിരാഹാരം 25 ദിവസം എന്തോ പുള്ളി നിരാഹാരം കടന്നു. ഇത് മോദിജി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, മോദിജി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരെല്ലാം മടങ്ങി പോകുമെന്നാണ് സൽമാൻ ഖാൻ ഇത്രയും ദിവസത്തിന് ശേഷം വന്നതെന്ന് പറയുന്നത്. യവന്മാരൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ ഹീറോ, റിയൽ ലൈഫിൽ സീറോ ആണ്. സിനിമയിൽ മറ്റേ സ്റ്റീലിൻ്റെ ഒക്കെ ആയിരിക്കും നട്ടല്, റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് വാഴപ്പിണ്ടിയേക്കാളും വളയുന്ന നട്ടല്ല, അതിൻ്റെ ബലം പോലും ഇല്ല. നിങ്ങൾ ഈ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം എന്ത് മനസ്സിലായി? ഇന്ത്യ മാത്രമല്ല മോദിജി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള പല ഇൻഡസ്ട്രികളും മോദിജിയുടെ അണ്ടറിലാണ്. ചുമ്മാതാണോ ഇങ്ങനെ ഡിക്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്? അണ്ണൻ പറയും, മോദി പറയും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാ, എന്ത് എഴുതണം എന്ത് എഴുതണ്ട, നട്ടൽ എവിടെ വരെ വളയണം, വളയ്ക്കണ്ടായോ, മോദി പറയും, അതനുസരിച്ചിട്ടുള്ള ബാക്കി പരിപാടികൾ നടക്കത്തുള്ളൂ. അപ്പം ഇതാണ് ഗായ്സ്, വല്ലാത്ത ഒരവസ്ഥ. എന്തിനാണ് എന്തോ സ്വന്തം നിലപാട് പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം പോലും പലർക്കും ഇല്ല. കൂടുതലൊന്നും പറയാനില്ല. അപ്പം ശരിയെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ബൈ.